അടിപൊളിയാണ്. എത്രയാ ടോയ്ലറ്റ് ഞങ്ങളെ നാട്ടിലൊക്കെ. ഞാനൊരു ജനപ്രതിനിധി ആയതുകൊണ്ട് ഗൃഹപ്രവേശത്തിന് വീട്ടുകൂടലിന് പോയാലില്ലേ, വീട് കാണിക്കാൻ അകത്ത് കൂട്ടിക്കൊണ്ടുപോയാൽ റിസപ്ഷൻ ഹാൾ കണ്ടാൽ പോരാ, ഡൈനിങ് ഹാൾ കണ്ടാൽ പോരാ, ബെഡ്റൂം കണ്ടാൽ പോരാ, ടോയ്ലറ്റ് കാണണം. ഒരു ടോയ്ലറ്റ് കണ്ടാൽ പോരാ. അപ്പുറത്ത് യൂറോപ്യൻ ക്ലോസറ്റ്, മേലെ കിടന്ന് കുളിക്കുന്ന കക്കൂസ്, പിന്നെ കോണിച്ചോട്ടിൽ പുറത്തുനിന്ന് വന്നാക്കി ഉപയോഗിക്കുന്നത് എല്ലാ ടോയ്ലറ്റും കാണിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഞാൻ അങ്ങനെ ശങ്കയുള്ള കാര്യമൊന്നും ഇവരോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാ എല്ലാ ടോയ്ലറ്റും എന്നെ കാണിക്കുന്നത്? അതാണ് വീടിന്റെ മഹത്വം. എന്റെ വീട്ടിൽ ഇത്ര പുസ്തകമുണ്ട് എന്ന് കാട്ടിക്കൊടുക്കുന്ന ഗൃഹനാഥനെ കാണാനില്ല. അതാണ് നമ്മുടെ പ്രശ്നം. വീട്, ശരീരം അതിന്റെ വളർച്ചയാണ്. ഈ ആന്തരികമായ വെളിച്ചം വളർന്നപ്പോഴാണ് അന്നത്തെ പൊന്നുഷസ് കണി കണ്ടുണരാൻ വേണ്ടി ഉറക്കിയ കുട്ടി ഉണർന്നിട്ട് അവൻ വായനശാലയിൽ പോയി ലഘുലേഖ വായിച്ച്, പുസ്തകം വായിച്ച്, സ്വദേശാഭിമാനിയുടെ പത്രം വായിച്ച്, കേസരിയുടെ ലേഖനങ്ങൾ വായിച്ച്, AR രാജരാജവർമ്മയുടെ നളിനിക്ക് അവതാരിക വായിച്ച്, ആശാനെ വായിച്ച്, ഉള്ളൂരിനെ വായിച്ച്, ചങ്ങമ്പുഴിയെ വായിച്ച്, അങ്ങനെ വായിച്ച് ഇടശ്ശേരിയെ വായിച്ച്, ജിയെ വായിച്ച്, അങ്ങനെയാണ് നമ്മൾ വളർന്നത്. അകം വളർന്നപ്പോഴാ പുറം വളർന്നത്.